ഹലോ വ്യൂവേഴ്സ്, PNC മലയാളത്തിൻ്റെ ഓണ തയ്യാറെടുപ്പിലാണ് നമ്മളെല്ലാവരും. ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പായസം ഇല്ലാണ്ടിരിക്കില്ലല്ലോ. അപ്പോൾ ആദ്യം നമുക്ക് ഒരു പായസം ഉണ്ടാക്കാം. ഒരു സ്പെഷ്യൽ പായസം, വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പായസം, വെറ്റ കൊണ്ടുള്ള പായസം. അതാണ് ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. വരൂ, എങ്ങനെയാണെന്ന് നോക്കാം. അടുപ്പിൽ 1 ലിറ്റർ പാല് ചൂടാക്കാൻ വെച്ചിരിക്കുന്നു. കാച്ചിയ പാലാണ്. ഒന്ന് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് നമുക്ക് 1/2 കപ്പ് പഞ്ചസാരയും കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ബദാം ഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ്, ബദാം ഗം. അത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. അതിനെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഒരു 1/2 മണിക്കൂർ കുതിർക്കുമ്പോൾ അത് സോഫ്റ്റായി കിട്ടും. ഇതിനെ അരച്ച് പാലിൻ്റെ കൂടെ ചേർക്കണം നമുക്ക്. അങ്ങനെ അരച്ചെടുത്ത പേസ്റ്റാണിത്. ഇത് നമുക്കിനി ഈ പാലിൽ ചേർത്ത് കൊടുക്കാം. മൂന്ന് ടേബിൾ സ്പൂൺ ബദാം ഗമ്മാണ് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചത്. ഇനി ഒരു 1/4 കപ്പ് വെള്ളത്തിൽ കുതിർത്ത കാഷ്നട്ട് അണ്ടിപ്പരിപ്പ് അരച്ചെടുത്ത പേസ്റ്റ്, അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം നല്ലോണം മിക്സ് ആവട്ടെ. പാലും ആ ബദാം ഗമ്മും അണ്ടിപ്പരിപ്പിൻ്റെ പേസ്റ്റും എല്ലാം കൂടെ ചേർന്ന് പാലൊന്ന് ഇച്ചിരി വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മളുടെ ഏറ്റവും ഇതായിട്ടുള്ള വെറ്റ, അതാണ് നമ്മുടെ പായസത്തിൻ്റെ മെയിൻ ഇത്. ഈ വെറ്റയെ ഇതിൻ്റെ തണ്ട് നമുക്കൊന്ന് മാറ്റി കൊടുക്കണം. എന്നിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കണം. അതിൻ്റെ പേസ്റ്റ് അരച്ചെടുക്കണം. അങ്ങനെ അരച്ചെടുത്ത പേസ്റ്റാണിത്. ഞാനൊരു 3 വെറ്റയുടെ പേസ്റ്റാണ് എടുത്തത്. ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് അരയ്ക്കാം. ഇനി ഇതിനെ നമുക്ക് പായസത്തിൻ്റെ പാലിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി, ഒന്ന് ചൂടായിട്ട് ഇളക്കി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം.